കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ മനോഹരമായ സന്ദേശമാണ് കേട്ടത്. വളരെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഇന്നലെ കണ്ട വ്യക്തികൾക്ക് ലഭിച്ചു, സൗഖ്യങ്ങൾ ലഭിച്ചു, സാക്ഷ്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോഴും. അതോർത്ത് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഇന്നലെ കേട്ട ആ സന്ദേശത്തിൻ്റെ തുടർന്നുള്ള ഭാഗം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ചെങ്ങമനാട് വെച്ച് നടത്തിയ TV പ്രേക്ഷക മീറ്റിങ്ങിൽ വെച്ച് കർത്താവിൻ്റെ ദാസൻ തോമസ് കുട്ടി ബ്രദർ പറഞ്ഞ ആ മനോഹരമായ സന്ദേശത്തിൻ്റെ അവസാന ഭാഗം നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വേണം പോകുവാൻ. നിശ്ചയമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. ആ അത്ഭുത മന്ത്രിയായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ സന്ദേശം കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സരസ്വതി എന്ന, തലവൂർ എൻ്റെ സ്ഥലം. എനിക്ക് ഒരു കിഡ്നി പൂർണ്ണമായിട്ട് പോയി. രണ്ടാമത്തെ കിഡ്നിക്ക് കിഴുത്തല വീണ്. ഈ പോയപ്പോ എന്താ സംഭവിച്ചു? നമുക്ക് എന്താ അസ്വസ്ഥത ഉണ്ടായി? അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവനും നീരായി, വയറൊക്കെ വീർത്ത്. നീര് വെച്ച് വീർത്ത്. കിഡ്നി പ്രോബ്ലം ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും, നീരുണ്ടായി. എന്നിട്ട് ഒരു മാസത്തോളം, 2-3 മാസത്തോളം എനിക്ക് മലവും മൂത്രമൊന്നും പോകാതിരുന്ന് ഞാനങ്ങനെ കൊല്ലത്ത് ആശുപത്രിയിലായിരുന്നു. ഏതാശുപത്രി? ആശ്രാമത്ത് ആശുപത്രി ES വഴി പോയതാ. അവിടുന്ന് ഡയാലിസ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ്. അപ്പം ഞങ്ങൾക്ക് ഡയാലിസ് ചെയ്യാൻ താല്പര്യമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങളിനി തിരിച്ചു പോയിരുന്നു. തിരിച്ചു വന്നിട്ട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടെ ചെന്നപ്പോഴും മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരത്ത്. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞ് ഡയാലിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പറഞ്ഞ് വേണ്ട, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ വന്ന് 10,000 ഇതുപോലെ ആരാധന മധ്യത്തിൽ ഞങ്ങൾ പോയി 4 ആഴ്ചയോളം ഞാനവിടെ കിടന്നാണ് പ്രാർത്ഥിച്ചത്. യോഗത്തിന്റെ സ്ഥലത്ത് കൊണ്ട് കിടത്തിയിരിക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല. എൻ്റെ 2 പൊടി കുഞ്ഞുങ്ങൾ മാത്രമാണ് എന്നെ കൊണ്ടുപോയത് വണ്ടി വിളിച്ച്. അവിടെ കൊണ്ടുവന്ന് കിടത്തി 4 ആഴ്ചയോളം ഞാൻ കിടന്നായിരുന്നു അവിടെ നിന്ന് ആരാധിച്ചത്. എനിക്ക് മലവും മൂത്രവും ഒന്നും പോകത്തില്ല. ഒരു ദിവസം 1/2 ഗ്ലാസ് വെള്ളം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞത്. അത് കുടിക്കുമ്പോൾ തന്നെ ഞാൻ മൂത്രം പോകത്തില്ല, അത് വായിൽ കൂടി ഛർദ്ദിച്ചാ ഞാൻ കളയുന്നത്. അത്രമാത്രം ഭാരപ്പെട്ട് എനിക്കിനി ജീവിക്കാൻ ഈ ഭൂമിയിൽ ഞാൻ ഇല്ല എന്ന് വിചാരിച്ചതാ. എൻ്റെ വല്യമ്മയ്ക്കും ഇതുപോലെ ആയിരുന്നു, അസുഖം വന്ന് മരിച്ചുപോയി. അപ്പം എൻ്റെ ആൾക്കാരും ഞങ്ങളെല്ലാം വിചാരിച്ച് ഈ അസുഖത്തോടു കൂടി ഞാനും മരിക്കും. അങ്ങനെ 4 ആഴ്ച ഞാൻ അവിടെ വന്ന് കിടന്ന് ആരാധിച്ചപ്പോൾ സഹോദരിമാരൊക്കെ എന്നോട് പറഞ്ഞു എണീറ്റ് നിൽക്കാൻ. എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ ഭാരപ്പെട്ട് അവിടെ കിടക്കുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറയും, എൻ്റെ യേശുവേ, വരുന്നവരെല്ലാം സൗഖ്യമായി പോകുന്നുണ്ട്, ഞാൻ മാത്രം എന്താ സൗഖ്യമാകത്ത? എനിക്കൊരു തുള്ളി വെള്ളമെങ്കിലും കുടിച്ചിറക്കിയാൽ അത് തിരിച്ചു പോകാനെങ്കിലും കർത്താവ് ഒരു സൗഖ്യം എനിക്ക് തരണം. എൻ്റെ 2 കുഞ്ഞുങ്ങളെ എനിക്ക് നോക്കണം. സൗര് വരുമ്പോൾ ശരീരം മുഴുവൻ ഇങ്ങനൊന്നും അല്ല ഇരുന്നത്, ഒരു വികൃത. വയറൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു, കാലൊക്കെ ഇപ്പൊ പൊട്ടുന്ന അവസ്ഥയിലായിരുന്നു. രോഗത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് പിടികിട്ടും. ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ യൂറിൻ ഒട്ടും പോകാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കിഡ്നി ഒട്ടും പ്രവർത്തിക്കാതിരുന്നതാണ്. രാത്രിയിൽ ബൈബിൾ ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് ഞാൻ കിടക്കാം. എല്ലാവരും ഉറക്കമാകുമ്പോൾ ഞാൻ കിടന്ന് കരയും. അങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് യേശു ഭയങ്കര ഒരു പ്രകാശം, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ആ പ്രകാശം. എൻ്റെ യേശു അടുത്ത് വന്ന് നിന്ന് എന്നോട് ഇങ്ങനെ 2 കൈ നീട്ടി എന്നോട് ചോദിക്കാം, മോളെ, ഇനിയെങ്കിലും നിനക്ക് എന്നെ വിശ്വാസമായില്ലേ? നീ എൻ്റെ അരികിലേക്ക് വാ, നിന്നെ എനിക്ക് സൗഖ്യമാക്കി തരാൻ പറ്റും എന്ന് പറഞ്ഞ്
ഞാൻ എൻ്റെ യേശു എന്ന് പറയും കണ്ണ് തുറന്നപ്പോൾ എനിക്ക് പിന്നെ അതുപോലെ തന്നെ കണ്ണടഞ്ഞപ്പോൾ ആ പ്രകാശം എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുക. നീ ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, നിന്നെ എനിക്ക് സൗഖ്യമാക്കാൻ പറ്റും, നീ എൻ്റെ സന്നിധിയിലേക്ക് വാ എന്ന് തന്നെ അങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ രോഗത്തെ ഓർത്ത് ഭാരപ്പെട്ടില്ല. ഞാൻ ഈ സഹോദരിയുടെ ഇവിടെ കെയർ സെല്ലിൽ നിന്നപ്പോൾ ഈ സഹോദരി പറഞ്ഞത് യേശു ഈ വന്ന് നിന്നപ്പം ഈ ഒരു സൈഡ് നഷ്ടപ്പെട്ട കിഡ്നി യേശു വന്ന് നിന്ന് ആ പ്രകാശം ഇങ്ങനെ അടിച്ചപ്പോൾ ആ സൈഡ് മൊത്തം അങ്ങനെ പൊടിഞ്ഞങ്ങ് പോയി. അപ്പൊ ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞു, യേശുവെ നിന്നെ ഉണ്ടായോ? എന്നാ പറയാ, ഞാൻ ഒന്ന് പറഞ്ഞേ. ഞാനിങ്ങനെ കിടന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ശരീരം ഇങ്ങനെ മണ്ണായി പോകുന്ന പോലെ. എന്നിട്ട് ഞാൻ തപ്പി നോക്കി, കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത്, യേശുവെ എന്തോ എൻ്റെ ശരീരം മണ്ണായി പോകുന്നു, ഞാൻ ചത്തുപോയോ എന്ന് വിചാരിച്ച് ഇങ്ങനെ യേശുവെ എന്ന് വിളിച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കിയിട്ട് പിന്നെ അതുപോലെ കണ്ണങ്ങടച്ച്. അപ്പോഴാ ഒരു പ്രകാശം ഇങ്ങനെ എൻ്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ വരുന്നു. അപ്പോൾ ഓരോ സൈഡ് ഇങ്ങനെ പൊടിഞ്ഞു പൊക്കോണ്ടിരിക്കുന്നു, ഓരോ സൈഡ് ഇങ്ങനെ പ്രകാശം വന്ന് എൻ്റെ ശരീരത്തിൽ മൂടുന്നു. അങ്ങനെ കണ്ടു. അന്ന് തന്നെ ശരീരത്തിൽ യൂറിയൻ പോകാൻ തുടങ്ങി, പിന്നെ മലം പോകാൻ തുടങ്ങി. മലവും പോകത്തില്ലായിരുന്നു, മലം പോകാൻ തുടങ്ങി, ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇപ്പം 3 മാസം കൊണ്ട് മരുന്നില്ല. ഞാൻ യേശുവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക. ഒരു ദിവസം പോലും ഈ കർത്താവിന്റെ ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞ ശരീരത്തിൽ വിടുതലായോ? വിടുതലായി. പിന്നെ ഞാൻ ഓരോ ആഴ്ചയിലും ആഴ്ച എനിക്ക് ചെക്കപ്പിന് പോകണം. ആ ചെക്കപ്പിന് ചെല്ലുമ്പോഴൊക്കെ ഡോക്ടർ അത്ഭുതമായിട്ടാ പറയുന്നത്, ഇതെങ്ങനെ മാറി. എന്നാൽ ഇപ്പൊ അതൊക്കെ റെഡിയായി. ഇപ്പൊ എല്ലാം റെഡിയായി, ഒരു കുഴപ്പമില്ല. എല്ലാ ആഹാരവും കഴിക്കാം. ആ ചത്ത കിഡ്നി കർത്താവ് പ്രവർത്തിപ്പിച്ചു, അത്ഭുതമായി നിൽക്കുന്നു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. അനേകർ നിന്നെ തള്ളിക്കളഞ്ഞു കാണും, എന്നാൽ തള്ളിയവരുടെ മുമ്പിൽ നിന്നെ മാനിക്കാനാ കർത്താവ് വന്നത്. സമൂഹത്തിന് മുഴുവൻ തലവേദനയായിട്ട് ഒരാൾ മാറിയാൽ, ഗവൺമെന്റ് ആയാലും നിയമമായാലും ഒന്നേ ചെയ്യാനൊക്കത്തുള്ളൂ, പരിമിതി കൊണ്ട്. ഒന്നിൽ അയാളെ പിടിച്ച് ജയിലിലിടുക, അതിലും ഭീകരനാണോ വധശിക്ഷ കൊടുക്കുക. അത് നിയമം അങ്ങനെയാ. അതുകൊണ്ടാണ് പഴയ നിയമം, മോശയുടെ പ്രമാണം നിയമമാണ്. അത് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തലല്ല, പൂർണ്ണമായി വെളിപ്പെടുത്തലല്ല ന്യായപ്രമാണം. അതുകൊണ്ടാണ് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, അവളെ സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളയാൻ പറയുകയാണ് അവരുടെ നിയമം. എന്തുകൊണ്ട്? ഈ പാപം സമൂഹത്തിലെല്ലാം ആകും. അതുപോലെ മറ്റ് ചില ഭീകര തെറ്റുകൾ ചെയ്യുന്നവരെ അവനെ സമൂഹത്തിൽ നീക്കളയുവാൻ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ പറഞ്ഞത്. എന്നാൽ യേശു ചെയ്തത് എന്താണെന്നറിയാമോ? സാരമില്ല, അവൻ സമൂഹത്തിൽ ഇരുന്നോട്ടെന്നല്ല, പാപിയെ കല്ലെറിഞ്ഞു കൊല്ലാതെ പാപിയിലെ പാപത്തെ കർത്താവ് കല്ലെറിഞ്ഞു കൊന്നു. നിയമത്തിന് പാപിയെ കല്ലെറിഞ്ഞു കൊല്ലാം, എന്നാൽ യേശുവിന്റെ സ്നേഹത്തിന് പാപിയിലെ പാപത്തെ കല്ലെറിഞ്ഞു കൊല്ലാം. എന്ത് സംഭവിച്ചു? പാപം മാറ്റി. ക്രിമിനൽ ആയിരുന്നവർ ഇപ്പൊ എല്ലാരെയും സ്നേഹിക്കാൻ തുടങ്ങി. എല്ലാരെയും പിടിച്ചു പറിച്ചുകൊണ്ടിരുന്ന സക്കായി യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറയാ, ഞാൻ ചതിച്ചു വാങ്ങിയതെല്ലാം തിരിച്ചു കൊടുക്കും, മാത്രമല്ല ഇനി മുതൽ കഷ്ടപ്പെടുന്നവർ കൂടെ ഞാൻ എനിക്കുള്ളതിൽ കുറേശ്ശെ കൊടുക്കും. അപ്പോൾ യേശു ക്രിസ്തു വന്നത് ദൈവത്തെ വെളിപ്പെടുത്താൻ, വിടുവിക്കാന്, സൗഖ്യമാക്കാന്. നിങ്ങൾക്ക് ഏത് പ്രയാസമുണ്ടെങ്കിലും യേശുവിൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്നേ, കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ആ പ്രശ്നങ്ങൾ ഒന്ന് തീർന്നാൽ അടുത്തത് പിന്നെയും കാണും. ലോകമാണോ വിഷയങ്ങൾ തീരാതെ ഉണ്ടായിരിക്കും. കർത്താവ് ആദ്യം തരുന്ന എന്താണെന്നറിയാവോ? ലോകത്തിന് തരാൻ കഴിയാത്ത ദിവ്യ സമാധാനം. ഞാൻ പറഞ്ഞല്ലോ, 84-ൽ എൻ്റെ ഭവനം നിറയെ രോഗികളായി. ഇതിനെങ്ങനെ വിടുതൽ കിട്ടും? ഞങ്ങൾക്ക് ഒരു ആശയ്ക്കും വകയില്ലായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും,
ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥ എനിക്ക് സ്വപ്നം കാണാൻ പറ്റത്തില്ല. ഇന്ന് എൻ്റെ ഭവനം ഒരു സ്വർഗമാണ്. എൻ്റെ വീട്ടിലെ രോഗബന്ധനങ്ങളെല്ലാം പടിയിറങ്ങി. ലോകത്തിൽ ആർക്കും വിടുവിക്കാൻ പറ്റിയില്ല. സ്തോത്രം, ആമേൻ. ഇന്ന് ചെല്ല് കർത്താവേ എന്ന് ചെല്ല് വിളിക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നെപ്പോലൊരു ഭവനത്തിൽ എല്ലാ ആശയ്ക്കും വക വിട്ട എന്നെപ്പോലെ ഒരാൾ യേശുവേ എന്ന് വിളിക്കുന്നതിന് എന്തിനെ എതിർക്കുന്നേ? ഒന്ന് ജീവിച്ചോട്ടെ, ഒരു രാത്രി ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളത് വേദശാസ്ത്രം പറഞ്ഞ്, രാഷ്ട്രീയം പറഞ്ഞ്, മതം പറഞ്ഞ് എന്നെ പോലൊരു തകർന്ന വ്യക്തിയെ, മനുഷ്യരെ, ഞാൻ ഇന്നൊരു ശുശ്രൂഷകന്, ഞാൻ ദൈവദാസന്മാരോട് പറയാം, നമ്മളുടെ ചില ശുശ്രൂഷയുടെ താല്പര്യങ്ങൾക്കായി, നമ്മുടെ ചില ഈഗോയ്ക്ക് വേണ്ടി സഭയിൽ രാഷ്ട്രീയം കളിക്കുകയും അവിടെ വരുന്ന അനേകര് കരയുക. നമ്മുടെ ഈഗോകൾക്ക് വേണ്ടി ചെയ്യരുത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ വീട് പോലൊരു വീടിനെ ആർ വിടുവിക്കും? പറ. വിടുവിക്കാൻ കഴിയുന്ന ഒരുവൻ ഉണ്ട്, അവൻ വിടുവിച്ചു. അത് ഞാൻ എങ്ങനെ പറയാതിരിക്കും? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, നിങ്ങളുടെ ഏത് വിഷയമാണോ വിടുതലാകും. ചിലത് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഇവിടെ സൗഖ്യമാകും. ചിലത് ബൈബിളിൽ വായിക്കുന്നതിൽ പോകുന്ന വഴി വിടുതലാകും. ചിലത് ചിലപ്പോൾ ഒന്നും മാറ്റം കണ്ടില്ലായിരിക്കും. പക്ഷെ യേശുവിൻ്റെ കയ്യിലാണ് കൊടുത്തത്, അത് പൂർണ്ണ വിടുതൽ തരും. പക്ഷെ ഇന്നത്തെ എൻ്റെ സന്ദേശം ഇതാ, എൻ്റെ ഭവനത്തിലെ വിടുതൽ പെട്ടെന്നൊന്നും നടന്നില്ല. പക്ഷേ യേശു കർത്താവിനെ വിശ്വസിച്ച് അന്ന് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കിട്ടി. അതാ യേശു പറഞ്ഞ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, രോഗി എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ അതേ ആൾ പറയാ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ മറ്റൊന്ന് നിനക്ക് തരാം. ലോകത്തിന് തരാൻ കഴിയാത്ത സൗഖ്യം ഡോക്ടർക്കും തരാൻ പറ്റില്ലേ? നമ്മളുടെ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ കടവ വേറൊരാളുടെ മനസ്സലിഞ്ഞത് തന്നാലും തീരില്ലേ? ഈ ലോകത്തിലെ ഏത് വിടുതലും വേറൊരു മനുഷ്യനോ ശാസ്ത്രത്തിനോ തരാൻ പറ്റും. എന്നാൽ ആർക്കും തരാൻ കഴിയാത്ത ദിവ്യ സമാധാനം, നിത്യജീവൻ, പാപമോചനം, സൗജന്യമായ സ്വർഗപ്രാപ്തി, ജീവിത രൂപാന്തരം. ഒരു ക്രിമിനലായ, ഒരു മദ്യപാനിയായ ഒരു വ്യക്തിക്ക് ജീവിത രൂപാന്തരം. ചില പറയും, ഇത്ര യോഗത്തിനൊക്കെ ഈ പ്രശ്നവും പ്രയാസമുള്ളവരല്ലേ പോവുള്ളൂ. ശരിയാ, പക്ഷേ ഈ പ്രശ്നവും പ്രയാസം ഇല്ലാത്തെന്ന് പറയുന്നവരെ ഒന്ന് സംസാരിച്ച് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ പൈസ ഉണ്ട്, മക്കളൊക്കെ നല്ല സ്ഥാനത്താണ്, പക്ഷെ എന്നാ പറയാനാ, ശൂന്യതയാ. ചിലക്ക് രോഗസൗഖ്യം വേണ്ടായിരിക്കും, ചിലക്ക് സാമ്പത്തിക വിടുതൽ വേണ്ടായിരിക്കും. സക്കായിക്ക് ഇത് രണ്ടും വേണ്ടായിരുന്നു. പക്ഷെ സക്കായി എന്തോ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും തനിക്ക് സ്വസ്ഥത കൊടുത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, കർത്താവ് ആദ്യം തരുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം. എനിക്കറിയാം ക്യാൻസർ രോഗികൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് അത്ഭുത രോഗസൗഖ്യം കർത്താവ് തരും. പക്ഷെ സൗഖ്യം തന്നാലേ എന്നെങ്കിലും ഈ ലോകം വിടണം. യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് ഇവിടെ വെച്ച് തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഉറപ്പ് കിട്ടും. ഈ ലോകത്തിൽ വന്ന യേശു മാത്രമേ പറഞ്ഞുള്ളൂ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരണം കാണത്തില്ല. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആദ്യം തരുന്ന സന്തോഷമാണ്. പ്രശ്നങ്ങൾ ഓർത്ത് ഇന്ന് ഭാരപ്പെട്ടിരിക്കാതെ അത് കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തുള്ളിച്ചാടി ആരാധിക്കണ്ടേ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ആദ്യം ചിരി, ആദ്യ സമാധാനം. യേശു പറയാ, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടത്തില്ല, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. സ്തോത്ര സ്തോത്രം. എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് എത്ര പേര് പറയുന്നു? അത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ വിടുതൽ വേണമായിരിക്കും.
ഒരു രോഗസൗഖ്യമോ ഒരു വിടുതലോ ഒക്കെ വേണ്ടിയവരൊന്ന് ആദ്യം ഒന്ന് കൈ ഉയർത്തി കാണിച്ച്. എല്ലാവർക്കും വേണം, എനിക്കും വേണം. ഒന്ന് കൈ താത്തിട്ട്. പക്ഷേ അത് കർത്താവ് തരും. എനിക്കത് മാത്രം പോരാ. ഈ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ വേണം. ഈ യേശു തരുന്ന സമാധാനം എനിക്ക് വേണം. നിത്യജീവൻ എനിക്ക് വേണം. പാപമോചനം എനിക്ക് വേണം. പരിശുദ്ധാത്മാവിനെ എനിക്ക് വേണം. അങ്ങനെ പറയുന്നവരൊന്ന് കര ഉയർത്തിപ്പിടിച്ച് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. നീ ഇത് ആദ്യം ആഗ്രഹിച്ചോ? മുമ്പേ നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചോ. ഇപ്പം നമ്മൾ ആഗ്രഹിച്ചോ പരിശുദ്ധാത്മാവ, സന്തോഷം, അതാ ദൈവരാജ്യം. നിങ്ങൾ മുമ്പേ അത് ആഗ്രഹിച്ചു. അതോടുകൂടെ ഇതൊക്കെയും ഉണ്മാൻ ഉടുപ്പാനുള്ളത് ആരോഗ്യത്തിനുള്ളതെല്ലാം നൽകി തരും. എല്ലാ കരങ്ങളും ഉയർത്തി കർത്താവിനെ നന്ദി പറഞ്ഞ്. 5 വർഷമായി ഈ മോൻ്റെ കഴുത്തിൻ്റെ വലത് സൈഡിലായിട്ടൊരു മുഴയുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴ കാണാനില്ല. പ്രൈസ് ദി ലോർഡ്. മോനെ 5 വർഷമായിട്ട് ഇതുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. എവിടെ? കഴുത്തിൻ്റെ അടുത്ത്. ആ, മുഴ മാറി. മോൻ തൊട്ട് നോക്കിയോ? ആ, തൊട്ട് നോക്കി. മറ്റേ തൊട്ട് നോക്കിയാൽ നന്നായിട്ട് അറിയാമായിരുന്നോ? അറിയായിരുന്നു. വെളിയിൽ നിന്ന് കാണാമായിരുന്നോ? കാണായിരുന്നു. മറ്റുള്ളവർ നോക്കിയാൽ കാണാമായിരുന്നോ? കാണായിരുന്നു. മോന്റെ ആരിലും ഇവിടെ വന്നിട്ടുണ്ടോ? ആരാ? അമ്മ എന്ത് ചെയ്യും? ഉണ്ടായിരുന്നു 2 എണ്ണം ഇങ്ങനെ ഇവിടെ കാണാനുണ്ട്. ഇപ്പൊ കാണാനില്ല. അത് എത്ര നാളായിട്ടുണ്ട്? ജനിച്ചപ്പോഴേ ഉള്ളതായിരുന്നു. ജനിച്ചപ്പോഴേ വയറ്റിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് തെന്നുമായിരുന്നു. നമ്മൾ തൊടമ്പഴ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുമായിരുന്നു. ഇപ്പൊ അത് കാണാനില്ല. മോൻ തന്നെ ഇപ്പൊ പ്രാർത്ഥിക്കുകയായിരുന്നോ കൈവച്ച്? ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. യേശുവേന്ന് മോനെ കൂടെ വിളിച്ച് പ്രാർത്ഥിച്ച് മോന്റെ കൈവച്ചാണോ പ്രാർത്ഥിച്ച്? അതെ. അപ്പൊ എന്തെങ്കിലും അനുഭവം മോന് തോന്നിയോ? തോന്നി. അത് അവിടുന്നത് പോകുന്നത് പോലെ തോന്നി. അവിടുന്ന് അത് പോകുന്ന പോലെ മോൻ ഫീൽ ചെയ്തു. 5% കേൾവിയെ ഉള്ളായിരുന്നു. ഇപ്പോഴത് ഒത്തിരി കൂടെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ചെവി കേൾക്കാൻ പറ്റും. ഈ ചെവിക്ക് എന്ത് സംഭവിച്ച സിസ്റ്ററെ? ടെലിഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം കൊല്ലിയാനടിച്ച് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതാ. ലാൻഡ് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 5% കേൾവി ഒഴിച്ച് ബാക്കിയെല്ലാം പോയായിരുന്നു. ഈ എത്ര നാൾ മുമ്പാണ് ഇതുണ്ടായേ? ഒരു 15 വർഷം മുമ്പ്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായേ? പ്രാർത്ഥിച്ചപ്പോൾ ചെവി ഞാനിങ്ങനെ അടച്ചു വെച്ചോണ്ട് നോക്കിയപ്പോൾ ഒരു സൗണ്ട് ചെവി തുറന്ന് കേൾക്കാൻ പറ്റും. അടിച്ച കർത്താവിനെ 3 വർഷം കൊണ്ട് ഞാൻ ഗുളി അഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു മുഴയുണ്ട് തൊണ്ടയിൽ, ഇങ്ങനെയുണ്ട്. 3 വർഷം കൊണ്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ചുമ വന്നിട്ട് വെള്ളം കുടിക്കണം പോലെ തോന്നി. ഇപ്പൊ ഒന്നും അറിയാനില്ല. വേദന ഒന്നുമില്ല. അമ്മേ സ്തോത്രം. ഒന്നും അറിയുന്നില്ല. മുഴയില്ല. ഇങ്ങനെ പുറകോട്ടൊന്നും വെക്കാൻ മേലായിരുന്നു. ഇങ്ങനെ പുറകോട്ടൊന്നും ഇങ്ങനെ ആക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ നല്ലതുപോലെ ഇങ്ങനെ ആക്കാം. എനിക്ക് നല്ല എന്തോ ഒരു ഇത് അനുഭവപ്പെടുന്നുണ്ട്. യേശുവേന്ന് വിളിച്ചപ്പോ എന്താ അനുഭവം ഉണ്ടായേ? ചുമ ഇങ്ങനെ വന്നു. ചുമ വന്നിട്ട് വെള്ളം കുടിക്കണം പോലെ തോന്നി. പെട്ടെന്ന് തപ്പി നോക്കിയപ്പോൾ വേദന ഒന്നുമില്ല. ഒന്നും അറിയുന്നില്ല. മുഴയില്ല. മറ്റേ തപ്പിയ മുഴ അറിയായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും അറിയില്ല. മുഴയില്ല. അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരു അത്ഭുത സൗഖ്യം നടന്നിരിക്കുക. ഭാഗികമായിട്ട് കേൾവി ശക്തി നശിച്ചതാണ്. ശരിക്കും കേൾവി കുറവുണ്ടായിരുന്നു. 3 വർഷമായിട്ട് ഇപ്പം ഭംഗിയായിട്ട് എനിക്ക് കേൾക്കാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ കയറി വന്നേ. 3 വർഷമായി കേൾവി കുറവുണ്ടായിരുന്നു. ഒന്നും അറിയത്തില്ല. ഞാൻ ഒരുപാട് വർഷം ബഹറിലായിരുന്നു. ബഹറിന് വെച്ച് ബ്രദറിനെ കണ്ടിട്ടുണ്ട്. ബഹറിനിലായിരുന്നു. അവിടെ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട്. ബീറ്റിംഗ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ എനിക്ക് ചെവി പൂർണ്ണമായിട്ട് കേൾക്കാം. 2 ചെവി. ദൈവത്തിൽ സ്തോത്രം. ഈ മോളുടെ ഇവിടെ വരുമ്പോൾ ശരീരത്ത് ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ചതുപോലെ, കൊതുക് കടിച്ചതുപോലെ ശരീരം മുഴുവൻ പാടുകളായിട്ട് ഇവിടെ വന്നു കയറിയേ. യേശുവെന്ന് വിളിച്ചപ്പം സ്കിന്ന് പൂർണ്ണ നോർമലായി. ആ പാടുകൾ മുഴുവൻ അപ്രത്യക്ഷമായി. ശരിയാ. കൈമൊത്തം കുരുപ്പായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ എന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നി. 2 ദിവസം മുമ്പേ കയ്യിലും മുഖവും എല്ലാം അങ്ങ് തടിച്ച പാടായിരുന്നു, കുരുപ്പ് പോലെ. ഞാൻ പറഞ്ഞു, ബാ മോളെ കൈയടിച്ച് പ്രാർത്ഥിക്കാം. കൊച്ചു കുനിഞ്ഞിരുന്ന് കരയുക. കൈയടിച്ച് പ്രാർത്ഥിക്കും മോളെന്ന് പറഞ്ഞപ്പോഴും കൊച്ചു കുനിഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക.
ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മയെ എൻ്റെ പുറത്തെ ഈ കുരുക്കുകളെല്ലാം മാറി എന്തോ എൻ്റെ ശരീരത്ത് ചൂട് പോലെ ഒന്ന് അനുഭവപ്പെട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാ മോളെ സാക്ഷ്യം പറയാൻ വരാൻ പറഞ്ഞ് ഞാൻ വിളിച്ചോണ്ട് പോയി. അങ്ങനെ അമ്മ മോളെ വിളിച്ചോണ്ട് വരിക സാക്ഷ്യം പറയാൻ വേണ്ടി. ഈ ആരാഴ്ച കൈയടിച്ച് ആരാഴ്ച നമുക്ക് എന്താ അനുഭവം ഉണ്ടായേ? എന്തോ ഇറങ്ങിപ്പോയിട്ട് തോന്നുന്നു. എന്തോ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അനുഭവമാക്കുണ്ടായി. ഖരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ മാതാവിന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ സ്ഥാനത്ത് ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായി. ആ മുഴ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കൈവച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ മുഴ പൂർണ്ണമായിട്ട് മാറി. 2 വർഷമായി മെഡിക്കൽ കോളേജിൽ നിന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ യേശുവിനെ അറിഞ്ഞ് ഞാൻ പോകാൻ തുടങ്ങിയ പിന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രി പോയിട്ടേ ഇല്ല. അപ്പോൾ ഈ ക്യാൻസറിന്റെ ഓപ്പറേഷൻ ചെയ്തെടുത്ത് മുഴ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ എണ്ണിച്ച് ചുമച്ചപ്പോൾ ഇവിടെ ഇത്ര ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. ഞാൻ അന്നേരം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഞാനിവിടെ ആരാധനയ്ക്ക് വന്നത്. ഇപ്പം അത് നോക്കി അവിടെ ഇല്ല. ഈ മുഴ എത്ര നാളായിട്ടുണ്ട്? ഇന്ന് രാവിലെ ഞാൻ കാണുന്നത്. ആ ഭാഗത്തുണ്ടെന്ന് ചുമച്ചപ്പോൾ കൈ ഇങ്ങനെ വെച്ചോണ്ട് ചുമച്ച് ഇങ്ങനെ പിടിച്ചോണ്ടാ ചുമച്ച അന്നേരമായി ഇങ്ങനെ മുഴച്ച് ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നത്. അതുവരെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അത് ഇന്ന് കണ്ട് ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥന മധ്യയിൽ എനിക്ക് പൂർണ്ണമായിട്ട് ആ മഴ മാറി. ഇപ്പൊ ഒട്ടുമില്ല. ഇല്ല. എത്ര വലിയ അത്ഭുതങ്ങളാണ് കർത്താവ് ചെയ്തത്. കേട്ട ആ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം കർത്താവ് ചെയ്യുവാൻ പോവുകയാണ്. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുമ്പോൾ അതേ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും നടക്കും. നിങ്ങൾ രോഗികളാണോ? ഇപ്പോൾ തന്നെ സൗഖ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രയാസം നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന, മാനസികമായി വ്യഥ അനുഭവിക്കുന്ന അവസ്ഥയിലാണോ? നിശ്ചയമായിട്ടും എൻ്റെ കർത്താവ് നിങ്ങളെ സഹായിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന വ്യക്തികൾ ഇന്നെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്മമാർ മക്കളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലി അവരുടെ ജോലി ആവശ്യങ്ങളെ ഓർത്ത് ഒക്കെ പ്രാർത്ഥനയോടെ ആയിരുന്നിട്ടും പല നാളുകളിൽ പ്രാർത്ഥിച്ചിട്ടും വിടുതൽ ലഭിക്കാതെ, ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്ന അമ്മമാർ ഇന്നെ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് യേശു നിങ്ങളെ വിടുവിക്കുന്ന ദിവസമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് അത്ഭുതകരമായി വഴി തുറക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായി വിടുതലിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കാൻ പോവുക. നമുക്ക് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമനപ്പെടുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന മക്കൾ, അമ്മമാർ ഇന്നെന്നെ കേൾക്കുന്നല്ലോ. കർത്താവെ, അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, അവരുടെ ജോലിയെ ഓർത്തൊക്കെയും അവർ ഭാരപ്പെടുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി, അതിനെ ഞങ്ങൾ വിളിച്ചു വരുത്തുക. യേശുവിൻ്റെ നാമത്തിൽ ആ മക്കൾക്ക് ആ ജോലി ലഭിക്കട്ടെ. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ടുള്ള അവസരങ്ങൾ തുറന്നു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, കൂടാതെ രോഗികളായിട്ടുള്ളവർ ഇന്നെ കേൾക്കുന്നു. ശരീരത്തിൽ വേദനയായിട്ട്, പ്രത്യേകിച്ച് നട്ടെല്ലിന് വേദനയാൽ ഭാരപ്പെടുന്നവരുണ്ട്. കൈകാലുകളിൽ, മുട്ടുകളിൽ വേദനയായിട്ട് ഭാരപ്പെടുന്നവരുണ്ട്. കൈ ഉയർത്തുവാൻ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളിൽ നിന്നെ കേൾക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമാകട്ടെ. ആ വേദനകൾ വിട്ടുമാറട്ടെ. അതിന് കാരണമായ രോഗാവസ്ഥകൾ ഇപ്പോൾ തന്നെ ശരീരങ്ങളെ വിട്ടുമാറട്ടെ. അതുപോലെ ബ്ലഡിൽ ബിലിറൂബിൻ കൗണ്ട് വർദ്ധിച്ചു നിൽക്കുന്ന, അതുപോലെ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൗണ്ട് വർദ്ധിച്ചു നിൽക്കുന്ന, അതിൽ വേരിയേഷൻ വന്ന് നിൽക്കുന്ന വ്യക്തികളിൽ തന്നെ കേൾക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം നോർമലാകട്ടെ. ആ രക്തം ശുദ്ധമാകട്ടെ. അതിന് ആ രക്തത്തിൻ്റെ അളവിൽ കൗണ്ടുകൾ വ്യത്യാസം വരുത്തുന്ന രോഗാവസ്ഥകൾ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകട്ടെ. പൂർണ്ണമായ സൗഖ്യം ശരീരങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ അടിപ്പണരുകളാലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ കർത്താവെ അവരുടെ മേൽ പകരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം. ആത്മഹത്യക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിക്കുന്നു. പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിലൊന്ന് ആശ്രയിച്ച് നോക്ക്. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിക്കും. ആ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്നുള്ള അപമാനം കേട്ട് ഹൃദയം തകർന്ന്, അതെ, നിങ്ങൾക്ക് വന്നുപോയ ഒരു ചെറിയ പിഴവിൽ നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഹൃദയം തകർന്ന് ആത്മഹത്യക്കായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുവോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ യേശുവിലൊന്ന് ആശ്രയിക്ക്. ഇപ്പോൾ തന്നെ കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമേ ഇല്ല. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കരുതുന്നുണ്ട്. നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ സഹോദര, നിങ്ങളെ ഞങ്ങളും സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന ദുഷ്ടനെ ഞാൻ ശാസിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ.
കർത്താവെ അത്ഭുത വിടുതൽ നൽകിയിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വളരെ വ്യക്തമായിട്ട് പറയാം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അത് നഷ്ടമായി പോകരുത് നിങ്ങളുടെ ജീവിതം. നിങ്ങളെ ഈ ലോകത്തേക്ക് ദൈവം അയച്ചത്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. അത് വല്ലവരുടെ വാക്ക് കേട്ട് തകർത്ത് കളയുവാനുള്ളതല്ല. നിങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, ഈ ലോകത്ത് ഈ ദേശത്ത് തന്നെ നിങ്ങൾക്ക് മാന്യത നൽകുവാൻ എൻ്റെ യേശുവിന് കഴിയും. നഷ്ടമായി പോയ അന്തസ്സ്, മാന്യത എല്ലാം കർത്താവ് നിങ്ങൾക്ക് മടക്കി തരും. ഒട്ടും ഭാരപ്പെടരുത്. യേശുവിലൊന്ന് ആശ്രയിക്കുക. യേശുവെ ഞങ്ങളെ സഹായിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. കരം കോർത്ത് പിടിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് അവിടെ ഒരു അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകും. നിങ്ങളെ ദോഷമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിപ്പോകും. അതുപോലെ തന്നെ ഇന്ന് രോഗികൾ സൗഖ്യമായതായിട്ട് എനിക്കറിയാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. സൗഖ്യത്തിൻ്റെ ആ സൗഖ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയണം, സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണം. താഴെ കാണുന്ന നമ്പറുകളിൽ വിളിക്കാൻ മടിക്കരുത്. തുടർന്നും നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ആ നമ്പറുകൾ ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. തോമസ് ഊട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷൽ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ് ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ്. देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा।